പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, തിയോളജിയായുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ചില തീമുകളാണ്, ആശയങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നേ ദിവസം നാം പഠിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എപ്രകാരമാണ് പാവങ്ങളുടെ പക്ഷം ചേരുന്ന സുവിശേഷം എന്ന പ്രതീതി നിലനിർത്തുന്നത് എന്നുള്ളത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ സുവിശേഷകൻ പാവങ്ങളുടെ പക്ഷം ചേരുന്ന സുവിശേഷകന്. വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ഇഷ്ടപ്പെട്ട സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ ആശയാവിഷ്കാരം പലപ്പോഴും എളുപ്പത്തിൽ സാധിതമാക്കുന്നു. ഈ സുവിശേഷം പാവങ്ങളുടെ പക്ഷം ചേരുന്ന സുവിശേഷമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനകത്തെ കഥാപാത്രങ്ങളിൽ നല്ലൊരു പങ്കും പാവങ്ങളാണ് എന്നുള്ളത് പരമാർത്ഥമാണ്. ധനികരെയും ദരിദ്രരെയും ഒരുമിച്ച് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ദരിദ്രൻ്റെ ആത്മാർത്ഥതയെ കൂടുതൽ മിഴിവോടെ അവതരിപ്പിക്കാൻ സുവിശേഷകൻ ശ്രദ്ധ വയ്ക്കാറുണ്ട്. സമൂഹത്തിലെ വരേണ്യവർഗത്തെയും പതിതവർഗത്തെയും ഒരുമിച്ച് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അവഗണിക്കപ്പെട്ടവനും പാവപ്പെട്ടവനും ഈ വരേണ്യവർഗത്തിൽപ്പെട്ടവനേക്കാളും ആത്മാർത്ഥതയും മാനുഷികതയുമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ലൂക്കാ സുവിശേഷകൻ മറക്കാറില്ല. നല്ല അയൽക്കാരൻ്റെ ഉപമ പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഈശോ പറയുന്നുണ്ട്, പുരോഹിതനും ലേവായനും അവഗണിച്ച മരണാസന്നനായ വ്യക്തിയെ സമറിയാക്കാരൻ എന്ന പതിതനായവൻ പരിഗണിക്കുന്ന കഥ. അതായത് സമൂഹ ദൃഷ്ടിയിൽ ഏറ്റവും മോശക്കാരനും ആഭിജാത്യമില്ലാത്തവനുമാണ് സമറിയാക്കാരൻ. അവന് സമൂഹത്തിലെ ഏറ്റവും വരേണ്യകുലജാതനായ പുരോഹിതനേക്കാളും ദൈവസ്നേഹവും മനുഷ്യസ്നേഹവുമുണ്ട് എന്ന് സമർത്ഥിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് പാവങ്ങളുടെ, അവഗണിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേരുന്ന ഈശോയെയാണ്. ഈ സുവിശേഷത്തിൻ്റെ ഈ പക്ഷം ചേരൽ ഒരുപക്ഷെ ലൂക്കാ സുവിശേഷത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലം ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലമാണ് എന്ന് നമുക്കറിയാം. വിശിഷ്യ റോമൻ ആധിപത്യത്തിന് കീഴിലാണ് പലസ്തീന യേശുവിൻ്റെ കാലത്ത്. ഈ റോമൻ ആധിപത്യം ആരംഭിക്കുന്നതിന് മുൻപേ മക്കബായരുടെ ഭരണത്തിൻ്റെ തുടർച്ചയാണ് ഹെറോദ് രാജാവിൻ്റെ കുടുംബവാഴ്ചയിലൂടെ ആരംഭിക്കുക. ഹെറോദിൻ്റെ ഭരണകാലം, ഹെറോദിൻ്റെ ധൂർത്തുകൊണ്ട് ഈ ഭരണകാലം സാമാന്യ ജനത്തിന് ദുരിതപൂർണമായിരുന്നു എന്നുള്ളതാണ് സത്യം. മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവരെ കാണാൻ രാജകൊട്ടാരങ്ങളിലല്ലേ പോകുന്നത് എന്നുള്ള ഈശോയുടെ ചോദ്യത്തിൻ്റെ പിന്നാമ്പുറത്ത് അവൻ്റെ ധൂർത്തിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഹെറോദ് രാജാവിൻ്റെ കാലശേഷം ഈ രാജ്യം കൂടുതൽ ദുരിതപൂർണമായി. കാരണം ഹെറോദിൻ്റെ മക്കൾ തമ്മിലുള്ള അധികാര വടംവലിയും ആഭ്യന്തര കലാപവും രാജ്യത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തി എന്നുള്ളതാണ് സത്യം. ഒരു വശത്ത് ഹെറോദിൻ്റെ മക്കളുടെ ധൂർത്ത്, മറുവശത്ത് റോമൻ ആധിപത്യം തങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ചുങ്കം, കപ്പം, ദുസ്സഹമായ അളവിൽ അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ചുങ്കം, ഇതെല്ലാം കൊടുത്ത് സാധാരണ ജനം നടുവൊടിഞ്ഞു നിൽക്കുക. അതോടൊപ്പം കൂനിന്മേ കുരുവെന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ക്ഷാമം. പലസ്തീനായിൽ ഇടക്കാലങ്ങളിൽ വലിയ ക്ഷാമം അനുഭവപ്പെടുമായിരുന്നു. ക്ഷാമം എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ മഴ പെയ്യാതെ ഇരിക്കുമ്പോൾ പിന്നീടുള്ള കാലം വറുതിയുടെ ഭീകരകാലമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈജിപ്തിലെ ക്ഷാമത്തെക്കുറിച്ച് ഫറവോയുടെ സ്വപ്നങ്ങളിൽ നാം കാണുന്നു. സമാനമായി വറുതിയുടെ നാളുകൾ മരുഭൂമി ദേശങ്ങളിലെല്ലാം പൊതുവായിട്ടുള്ളതാണ്. കുറേ വർഷങ്ങളിലേക്ക് മഴയങ്ങ് പെയ്യാതായി കഴിയുമ്പോൾ
കൃഷിയായത് മുഴുവനും നശിച്ചു പോകും. പിന്നീട് മഴ പെയ്താൽ കൃഷി ചെയ്യാനുള്ള വിത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യൻ വിത്ത് പോലും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലെത്തും. പട്ടിണി, ക്ഷാമം അതിൻ്റെ സമ്പൂർണതയിലെത്തും. ജോസേഫൂസ് എന്ന യഹൂദ ചരിത്രകാരൻ പറയുന്നത് BC 25-ാം ആണ്ട് അതികഠിനമായ ക്ഷാമം ബാധിച്ച കാലം. അതുപോലെ തന്നെ AD 45 മുതൽ 48 വരെ കാലഘട്ടങ്ങളിൽ പലസ്തീനായിലെ അതികഠിനമായ ക്ഷാമത്തിൻ്റെ കാലമായിരുന്നു എന്ന്. മനുഷ്യർ പരസ്പരം പിടിച്ചു തിന്നാൻ തക്ക വിധത്തിൽ അവരുടെ ഇടയിൽ ദാരിദ്ര്യം വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ജോസേഫൂസ് എന്ന ചരിത്രകാരൻ പറയുക. എന്ന് മാത്രമല്ല, ഈ പട്ടിണിയും ദുരിതവും ക്രമാതീതമായി വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചത് എന്താണ്? സമൂഹത്തിൽ ഏതാനും പേര് വലിയ സമ്പന്നരും ബഹുഭൂരിപക്ഷം പേര് അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായി തീർന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കടം കൊടുക്കുക, കടം കൊടുത്തവനെ അടിമയായി കരുതുക, അതായത് ഒരു വ്യക്തി കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവനെയും കുടുംബത്തെയും അടിമയായി ഇവൻ കടം കൊടുത്ത വ്യക്തി സ്വീകരിക്കുക തുടങ്ങിയ വലിയ സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോയുടെ പല ഉപമകളും, ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 വ്യക്തികളുടെ വലിയ കടബാധ്യതകളെ ഈശോ സൂചിപ്പിക്കുന്നു. 10,000 താലന്ത് കടപ്പെട്ടവൻ്റെ കഥ ഈശോ പറയുന്നു. 100 താലന്ത് കടപ്പെട്ടവൻ്റെ കഥ. സേവകന്മാർ പോലും അന്യോന്യം പണം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കഥ ഈശോ പറയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഒരു സാമാന്യ രൂപമാണ്. ദാരിദ്ര്യം ശക്തമായി തീർന്നപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഉപോൽപ്പന്നമാണ് വിപ്ലവം. നമുക്കറിയാം, വിപ്ലവം ശക്തിപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ദരിദ്രരുടെ ഇടയിലാണ്. മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ എന്തുകൊണ്ട് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നില്ല? ഇനി പൊട്ടിപ്പുറപ്പെട്ടാൽ അതെങ്ങും എത്താതെ പോകുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അറേബ്യൻ നാടുകളിൽ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങൾ വായിക്കും. അവിടെ ഭരിക്കുന്ന രാജാക്കന്മാർക്കെതിരായിട്ടുള്ള വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഭരിക്കുന്ന രാജവംശങ്ങൾ കറുതി വരുത്താൻ, ജനാധിപത്യത്തിലേക്ക് മാറാൻ ഉള്ള പരിശ്രമം, ആ പരിശ്രമങ്ങളെങ്ങും എത്താതെ അവസാനിച്ചു എന്ന് നമുക്കറിയാം. കാരണം ഏതൊരു വിപ്ലവവും വിജയത്തിലെത്തുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടതയുടെ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയവൻ്റെ തീവ്രമായ ജീവിതാനുഭവങ്ങൾ ആവശ്യമുണ്ട്. സമാനമായൊരു ജീവിതാനുഭവങ്ങളൊന്നും അറബികൾക്കില്ലാതിരുന്നത് കൊണ്ട് അവരുടെ ഇടയിലെ വിപ്ലവം വെറും മുല്ലപ്പൂ വാടിയതുപോലെ അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മുല്ലപ്പൂ വിപ്ലവങ്ങൾക്കൊന്നും ആയുസില്ല എന്നത് പരമാർത്ഥം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ യഹൂദരുടെ ഇടയിൽ വിപ്ലവങ്ങൾ വളരെ ശക്തി പ്രാപിച്ചിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി, ഞാനാണ് വരാനിരിക്കുന്ന മിശിഹ, എൻ്റെ ഒപ്പം വന്നാൽ ഞാൻ റോമിനെതിരെ പൊരുതാം, നിങ്ങൾക്ക് തൊഴിൽ മേടിച്ചു തരാം, നിങ്ങൾക്ക് ചുങ്കം കൊടുക്കുന്ന ഇടപാട് നിർത്തിത്തരാം എന്നാരെങ്കിലും തൻ്റെ ഇടത്തോടെ വാഗ്ദാനം ചെയ്ത് മുന്നിട്ടിറങ്ങിയാൽ അവൻ്റെ പിന്നാലെ ഇറങ്ങാൻ യഹൂദരിൽ നല്ലൊരു പങ്കും സന്നദ്ധമായിരുന്നു എന്നതാണ് സത്യം. കാരണം അവരത്ര കണ്ട് തീവ്രമായ ചൂഷണത്തിന്, അടിമത്തത്തിന്, ദാരിദ്ര്യത്തിന് വിധേയമായൊരു സമൂഹമായിരുന്നു എന്നുള്ളതാണ് ഈ 1-ാം നൂറ്റാണ്ടിലെ പലസ്തീനായുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പരിതോവസ്ഥ എന്ന് നാം തിരിച്ചറിയണം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സുവിശേഷകൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെയും സാമൂഹിക ഔത്സുക്യത്തെയും പാവങ്ങളുടെ പക്ഷം ചേരാനുള്ള സന്നദ്ധതയെയും നാം തിരിച്ചറിയേണ്ടത്. AD 6-ാം ആണ്ടിലെ ഒരു ശിമയോൻ്റെ വിപ്ലവത്തെക്കുറിച്ചുള്ള സൂചനകൾ നടപടി പുസ്തകത്തിൽ ലൂക്കാ തന്നെ തരുന്നു.
പിന്നീട് പല മിശിഹാമാരും ഇങ്ങനെ വരികയും അവർ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വികസനവും വിപ്ലവവും പലപ്പോഴും വിരുദ്ധ ധ്രുവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വലിയ വിപ്ലവ പാർട്ടികൾക്കൊന്നും നാട്ടിൽ വികസനം കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടാകാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസനം വിപ്ലവ വിരോധിയാണ് എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എക്കാലവും ഇങ്ങനെ നീറുന്ന പ്രതിസന്ധികളിൽ നിലനിൽക്കുക എന്നുള്ളത് വിപ്ലവത്തിന് അനുകൂലമായ സാമൂഹിക പരിതോവസ്ഥയ്ക്ക് കാരണമാകും. നല്ലത് അല്ലെങ്കിൽ നല്ല നാളെ എന്നും നാളെ തന്നെയായി ഇരിക്കാൻ വിപ്ലവ പാർട്ടികൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. അതൊരിക്കലും നിങ്ങളുടെ ജീവിതകാലത്ത് വരില്ല. നിങ്ങളുടെ ജീവിതകാലത്ത് അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പോരിലേർപ്പെടുക. ഇതാണ് വിപ്ലവം എന്ന് പറയും. ആ ഒരു വിപ്ലവ പശ്ചാത്തലം വാസ്തവത്തിൽ ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷത്തിൻ്റെ സാമൂഹിക പരിപ്രേക്ഷ്യമായി നിലകൊള്ളുന്നുണ്ട്. സുവിശേഷകൻ അതിനെ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പരമമായ വസ്തു. സുവിശേഷകൻ അതിനെ തിരുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഈശോ എന്ന വ്യക്തിയെയാണ് ആദ്യമായി ലൂക്കാ സുവിശേഷകൻ ദരിദ്രൻ്റെ പക്ഷം ചേരുന്നവനായിട്ടല്ല, അവനെ ദരിദ്രനായിട്ട് തന്നെയാണ് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുക. ഈശോയും ഈശോയുടെ കുടുംബവും ദരിദ്രമായിരുന്നു എന്നുള്ളത് സുവിശേഷകൻ ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഈശോ ജനിക്കുന്നത് പുൽക്കൂട്ടിലാണ്, അല്ലെങ്കിൽ കന്നുകാലിത്തൊഴുത്തിൽ കാലികളോടൊത്തായിരുന്നു അവൻ്റെ ജനനമെന്ന് ലൂക്കാ സുവിശേഷകൻ എടുത്തു പറയുന്നു. അവനെ കാണാൻ വരുന്നത് സമൂഹത്തിൽ അല്പം പോലും നിലയും വിലയുമില്ലാതിരുന്ന ആട്ടിടയന്മാരായിരുന്നു എന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. അവനെ കാണാൻ വന്ന പൂജാരാജാക്കന്മാരെക്കുറിച്ച് ലൂക്കായ്ക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ഈ സുവിശേഷം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സുവിശേഷത്തിൽ ഈശോ മിശിഹായുടെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നുവെന്ന് സുവിശേഷകൻ ഭംഗ്യന്തരേണ സമർത്ഥിക്കുന്നുണ്ട്. 8-ാം ദിവസം ശിശുവിനെ പരിച്ഛേദനത്തിന് ദേവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ ദരിദ്രരായതുകൊണ്ട് ആദ്യജാതനെ വീണ്ടെടുക്കാൻ 2 ചെങ്ങാലിപ്രാവുകളെയാണ് ബലിയർപ്പിച്ചത് എന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നാട്ടുനടപ്പനുസരിച്ച് സമ്പന്നരായ മാതാപിതാക്കൾ ആദ്യജാതർക്ക് പകരം കാളക്കിടാവിനെയോ ഒന്നുമല്ല എങ്കിൽ ഒരു ആട്ടുംകുഞ്ഞിനെയെങ്കിലും ബലി കൊടുക്കേണ്ടത്. എന്നാൽ ഏറ്റവും ദരിദ്രർക്ക് പറഞ്ഞിട്ടുള്ളതാണ് 2 ചെങ്ങാലിപ്രാവുകളെ ബലി കൊടുക്കും. അത് വളരെ നിസ്സാര പൈസയെ അതിനുള്ളൂ. യേശുവിൻ്റെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നതുകൊണ്ട് അവർ ചെങ്ങാലിപ്രാവുകളെ ആണ് ബലി നൽകിയത് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത സുവിശേഷകൻ ഊന്നിപ്പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈശോ തൻ്റെ പരസ്യജീവിതത്തിന് തുടക്കം കുറിക്കുന്ന നസ്രത്തിലെ വിഖ്യാതമായ പ്രഭാഷണം, അവിടുന്ന് പ്രസംഗിച്ചു തുടങ്ങുന്നത് ഇത് യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് 61-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണ്. 61-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും 58-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും ചേർത്ത് ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ തുടക്കം തന്നെ ദരിദ്രർക്കു സുവിശേഷം, അടിച്ചമർത്തപ്പെട്ടവന് സദ്വാർത്ത, അന്ധനും കുരുടനും ബധിരനുമായ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യർക്ക് യേശുവിൻ്റെ ദിവ്യാനുഗ്രഹം. ഇതാണ് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന അടിസ്ഥാന പക്ഷം ചേരൽ, ദരിദ്രൻ്റെ പക്ഷം ചേരൽ. മത്തായി സുവിശേഷകൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ.
വാസ്തവത്തിൽ അതിനെ പുനരാവിഷ്കരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആത്മനാ ദരിദ്രർ എന്നുള്ള ആശയമൊക്കെ ലൂക്കാ വിട്ടുകളഞ്ഞു. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയാൻ ലൂക്കാ സുവിശേഷകന് രണ്ടാമത് ഒരാലോചന പോലുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ സുവിശേഷം ദരിദ്രൻ്റെ പക്ഷം ചേരുന്ന സുവിശേഷമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദരിദ്രൻ്റെ പക്ഷം ചേരുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദരിദ്രൻ സമ്പന്നനെ ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസത്തെ സുവിശേഷകൻ ഊന്നിപ്പറയുമ്പോഴും സമ്പന്നനെ ദൈവം വെറുക്കുന്നെന്നോ സമ്പന്നൻ വധിക്കപ്പെടേണ്ടവനാണെന്നോ വെറുക്കപ്പെടേണ്ടവനാണെന്നോ ആക്രമിക്കപ്പെടേണ്ടവനാണെന്നോ ഉള്ള ചിന്ത ലൂക്കാ സുവിശേഷകനില്ല. ഒരുപക്ഷെ ലൂക്കാ സുവിശേഷം വ്യാഖ്യാനിച്ച വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർക്ക് തെറ്റുപറ്റിയത് അവിടെയായിരിക്കും. ലൂക്കാ സുവിശേഷം വ്യാഖ്യാനിച്ച വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർക്കും അതുപോലെ ഈ സുവിശേഷത്തെ മാർസിയൻ വീക്ഷണത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചവർക്കും തെറ്റുപറ്റിയത് സമ്പന്നനെ വെറുക്കാൻ, തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാൻ, മുതലാളി വർഗത്തിൻ്റെ കഴുത്തരിയുന്ന വർഗ സമരത്തിന് കോപ്പുകൂട്ടാൻ, രക്തരൂക്ഷിത വിപ്ലവത്തിന് തിരിതെളിക്കാൻ ഈ സുവിശേഷകൻ ഒരിക്കലും തയ്യാറല്ല എന്നുകൂടി നാം തിരിച്ചറിയണം. ദരിദ്രൻ്റെ പക്ഷം ചേരുക എന്ന് പറഞ്ഞാൽ സമ്പന്നനെ വെറുക്കുക എന്നുള്ളതല്ല, സമ്പന്നനെ തിരുത്തുക, അവനെയും ദൈവസ്നേഹത്തിൻ്റെ നീർധാരയിൽ കഴുകി വിശുദ്ധീകരിച്ച് ദൈവഹിതം എന്ത് എന്നവനും ബോധ്യം കൊടുക്കുക. അതാണ് സുവിശേഷകൻ്റെ നിലപാട്. സമ്പന്നനെ പലപ്പോഴും ലൂക്കാ സുവിശേഷകൻ ഭോഷനായിട്ടാണ് അവതരിപ്പിക്കുക. കാരണം തൻ്റെ സമ്പത്ത് ദൈവം തന്നതാണ് എന്ന തിരിച്ചറിവില്ലാതെ അത് തനിക്ക് സുഖിക്കാനും ആനന്ദിക്കാനും വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിച്ച ഭോഷനായ ധനികൻ്റെ കഥ ലൂക്കാ സുവിശേഷകൻ പറയുന്നു. ദൈവം അവനോട് ചോദിക്കുകയാണ്, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ, നിനക്ക് സമ്പത്ത് തന്ന ദൈവം തന്നെ നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ നിൻ്റെ സമ്പത്ത് അർത്ഥശൂന്യമാവില്ലേ? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ചത് നീ ആ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. ഇത് വർഗസമരമല്ല ലൂക്കാ സുവിശേഷകൻ പറയുക. അതായത് സമ്പന്നൻ വെറുക്കപ്പെടേണ്ടവനോ കഴുത്തരിയപ്പെടേണ്ടവനോ ആയ വ്യക്തിയല്ല, മറിച്ച് ദൈവമാണ് ഒരുവനെ സമ്പന്നനാക്കിയത്. ലൂക്കായ്ക്ക് സംശയമില്ല. എന്തിനാ ദൈവം ഒരുവന് സമ്പത്ത് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് പങ്കുവയ്ക്കാൻ വേണ്ടി. മന്നായുടെ അനുഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. മന്ന ദൈവം വർഷിച്ചു, കുറേ പേര് ആവശ്യത്തിലധികം ആർത്തിയോടെ വാരിക്കൂട്ടി. വേറെ ചിലർക്ക് അല്പമേ ശേഖരിക്കാൻ പറ്റുള്ളൂ. കൂടാരത്തിനുള്ളിൽ കയറിയപ്പോൾ അല്പം ശേഖരിച്ചവന് ആവശ്യത്തിന് മാത്രം നിറഞ്ഞു കിട്ടി പാത്രം. ഒരുപാട് ശേഖരിച്ച് വന്നവൻ്റെ പാത്രത്തിലെ മന്ന ആവിയായിപ്പോയി. അവനും ഉപജീവനത്തിന് ആവശ്യമുള്ള മന്ന മാത്രം ശേഷിച്ചു. ഒരുതരം ഡിവൈൻ സോഷ്യലിസം. കരുത്തുകൊണ്ട് ആർജിക്കുന്നതല്ല, കൃപ കൊണ്ട് അനുഭവിക്കുന്നതാണ് സമ്പത്ത് എന്നുള്ള വലിയൊരു ദർശനം വാസ്തവത്തിൽ സുവിശേഷകൻ ഇവിടെ പറഞ്ഞു വയ്ക്കും. സമ്പന്നൻ എന്തിനു വേണ്ടി ദൈവം തന്നെ സമ്പന്നനാക്കി എന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ അവൻ ഭോഷനായിത്തീരുന്നു എന്നാണ് സുവിശേഷകൻ്റെ നിലപാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദരിദ്രൻ്റെ പക്ഷം ചേരുമ്പോഴും ഇതൊരിക്കലും ധനികനെ വെറുക്കുന്ന സുവിശേഷമല്ല. ധനികനായ ശിമയോൻ്റെ വീട്ടിൽ ഈശോ പോയി വിരുന്നിനിരിക്കുന്നുണ്ട്. ധനികരായ വ്യക്തികൾ നടത്തുന്ന വിരുന്നിൽ ഈശോ പലപ്പോഴും പങ്കുചേരുന്നത് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സമ്പന്നനെ വെറുക്കാനല്ല, സമ്പന്നനെ ശരിയായ അവബോധം നൽകുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മാർഗം എന്ന് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്.
വീണ്ടും ഈ സുവിശേഷകൻ പറയുകയാണ്, സമ്പത്ത് ഒരു വ്യക്തി ശരിയാം വിധത്തിൽ വിനിയോഗിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി നിത്യനാശത്തിലെത്തിപ്പെടും. ഭോഷനായ ധനികൻ്റെ ഉപമയിൽ ആ വ്യക്തിയുടെ ഭൗമിക ജീവിതത്തിൽ ദുരന്തമുണ്ടാകുന്നു എന്ന ആശയമാണ് പറയുന്നത് എങ്കിൽ, ദൈവം തന്ന സമ്പത്ത് പങ്കുവയ്ക്കാതെ ജീവിതാവസാനം വരെയും ഒരു വ്യക്തി നിലകൊള്ളാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് നിത്യനാശം. ലൂക്കാ സുവിശേഷം അനുസരിച്ച് നരകത്തിൽ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവം തന്ന സമ്പത്ത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാത്തതാണ് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ അത്ഭുതാവഹമായ വ്യതിരിക്തത. മത്തായി സുവിശേഷത്തിൽ എനിക്ക് വിശന്നു ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നോ ഭക്ഷിക്കാൻ തന്നോ, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്നോ കണ്ടോ ആശ്വസിപ്പിച്ചോ തുടങ്ങിയ ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എങ്കിലും ലൂക്കാ സുവിശേഷകനാണ് അസന്നിഗ്ധമായി സത്യം പറയുക, ഒരുവൻ തൻ്റെ സമ്പത്ത് ദരിദ്രനുമായി പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് സത്യമായും നിത്യനരകാഗ്നിയാണ് എന്നുള്ള വസ്തുത. അത് ഈശോ വ്യക്തമാക്കുന്നത് 16-ാം അധ്യായത്തിലെ ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറഞ്ഞു. ധനവാൻ സർവ്വവിധ സമൃദ്ധിയും സമ്പത്തും ആസ്വദിച്ച് ജീവിച്ചു. അവൻ്റെ മേശയിൽ നിന്ന് കൈതുടച്ച് എറിഞ്ഞു കളയുന്ന അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി നായ്ക്കളോടൊത്ത് മത്സരിച്ച കുഷ്ഠരോഗിയായ ലാസർ, ശരീരം മുഴുവൻ വ്രണം വമിക്കുന്ന ലാസർ. ധനവാൻ ഇടയ്ക്കൊരു അപ്പം ലാസറിന് എറിഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അന്ധകാലത്ത് സോപ്പ് കൊണ്ട് കൈ കഴുകാനില്ലാത്തത് കൊണ്ട് എന്താ ചെയ്യുക? റൊട്ടിയുടെ പുറംപാളി എടുത്ത് കൈ തൂക്കുക, അങ്ങനെ എണ്ണയും കൊഴുപ്പും കയ്യിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് ആ കാലത്തെ ഒരു പതിവാണ്. അങ്ങനെ കൈ തൂക്കാൻ ഉപയോഗിക്കുന്ന റൊട്ടിപ്പാളി പുറത്തേക്ക് എറിഞ്ഞു കളയുന്നതാണ് ഈ ലാസർ പട്ടികളോട് മത്സരിച്ച് ഭക്ഷിച്ചിരുന്നത് എന്ന് സുവിശേഷകൻ പറയുമ്പോൾ, ഒരു മൃഗത്തെക്കാളും ദയനീയാവസ്ഥയിൽ ഒരു മനുഷ്യൻ തൻ്റെ കണ്ണെത്തുന്ന ദൂരത്തായിരിക്കുന്നത് കണ്ടിട്ടും അതിനെ അവഗണിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ധനവാൻ ചെയ്ത തെറ്റ്. മറ്റേതെങ്കിലും ഘോരപാപം അയാൾ ചെയ്തതായിട്ടോ കൽപ്പന ലംഘനം നടത്തിയതായിട്ടോ സുവിശേഷകൻ പറയുന്നില്ല. സുവിശേഷകൻ പറയുകയാണ്, ധനവാൻ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. ദരിദ്രൻ മരിച്ചു, അവനെ സംസ്കരിച്ചു എന്ന് പോലും പറയുന്നില്ല. പാവപ്പെട്ടവനെ ആരാ സംസ്കരിക്കുക? അവനെ ഗാർബേജിൻ്റെ കൂടെ, വേസ്റ്റിൻ്റെ കൂടെ എടുത്തെറിഞ്ഞിട്ടുണ്ടാകും അവൻ്റെ ശരീരം. പക്ഷേ ധനികൻ നരകാഗ്നിയിൽ നിപതിക്കുന്നു. ദൈവദൂതന്മാർ വന്ന് ലാസറിനെ സംവഹിച്ച് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ പറുദീസായിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞത് ദൈവപുത്രനായ ഈശോയാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ? സമ്പത്ത് മനുഷ്യ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്ന നിലയിലാണ് ദൈവം നിനക്ക് തന്നത്. അത് ശരിയാം വിധത്തിൽ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് സമ്പന്നരേ നിങ്ങൾക്ക് ദുരിതമെന്ന് ലൂക്കാ സുവിശേഷകൻ അതികഠിനമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ ലക്ഷണം നീ തന്നെയാണോ മിശിഹ? വരാനിരിക്കുന്ന മിശിഹ നീ തന്നെയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് സ്നാപകൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നൊരു രംഗമുണ്ട്. 7-ാം അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ. അവിടെ ഈശോ പറയുന്ന മറുപടി, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനോട് പറയുക. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണെന്നാണ് സുവിശേഷകൻ പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ആത്യന്തികമായി ദരിദ്രൻ പരിഗണിക്കപ്പെടുന്നു, രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നു, കുഷ്ഠരോഗിയെ സ്നേഹിക്കപ്പെടുന്നു. അതായത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഏതോ ഒരു അമൂർത്തമായ ആശയമല്ല സുവിശേഷത്തിൽ, മറിച്ച്
അവഗണിക്കപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പാപിയും രോഗിയും ദരിദ്രനുമായവന് സമൂഹത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതി എപ്പോൾ സംജാതമാകുന്നോ അപ്പോഴാണ് ദൈവരാജ്യം സംജാതമാകുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ സഭ ചെയ്യേണ്ടതും ഇതേ മനോഭാവം. ദൈവരാജ്യം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ സമാനമായൊരു പക്ഷം ചേരലിനുള്ള സന്നദ്ധത ആവശ്യമുണ്ട് എന്ന സത്യമാണ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.